CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഹോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. മോദിയുടെ സന്ദർശനം കുന്നംകുളത്ത് ഒരുക്കങ്ങളാകുന്നു. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിനായി ഒരുങ്ങുന്നത് പഴുതടച്ച സുരക്ഷ. മേഖലയിൽ നാളെയും മറ്റന്നാളും ഗതാഗത നിയന്ത്രണം. നാളെ ട്രയൽ റൺ. തൃശൂർ പൂരം എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട ആശങ്കകൾ പരിഹരിക്കുമെന്ന് ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും പൂരം പൂർവാധികം ഭംഗിയോടെ ആഘോഷിക്കാൻ എല്ലാവിധ ഒരുക്കങ്ങളും നടത്തിയതായും ദേവസ്വം മന്ത്രി. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി ഡ്രോണുകൾ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങളുടെ ഉപയോഗം താൽക്കാലികമായി നിരോധിച്ചതായി തൃശൂർ ജില്ലാ പോലീസ് മേധാവി അങ്കിത് അശോകൻ IPS അറിയിച്ചു. CCFന്റെ വിവാദ നാട്ടാന സർക്കുലർ തിരുത്താൻ വനം മന്ത്രി AK ശശീന്ദ്രന്റെ നിർദ്ദേശം. തൃശൂർ പൂരത്തിൽ ആനകളുടെ എഴുന്നള്ളിപ്പിൽ വിവിധ ദേവസ്വം ബോർഡുകളെ ഉത്കണ്ഠ അറിയിച്ച സാഹചര്യത്തിലാണ് തീരുമാനം. പെരുമ്പിലാവിൽ ലോറിയും സ്കൂട്ടറും കൂട്ടിയിടിച്ച അപകടം. സ്കൂട്ടർ യാത്രികനെ പരിക്കേറ്റു. പെരുമ്പിലാവ് സ്വദേശി അച്ചേരത്തെ വീട്ടിൽ 18 വയസ്സുള്ള ആദിലിനാണ് പരിക്കേറ്റത്. ചങ്ങരംകുളത്ത് കാർ നിയന്ത്രണം വിട്ട് കടയിലേക്ക് ഇടിച്ചു കയറിയ അപകടം. യുവാവ് മരിച്ചു. ആനക്കര സ്വദേശി 23 വയസ്സുള്ള ശ്രീരാഗാണ് മരിച്ചത്. പ്രസിദ്ധമായ മറ്റം നിത്യസഹായ മാതാവിന്റെ തീർത്ഥകേന്ദ്രത്തിലെ തിരുനാൾ ആഘോഷത്തിന് തുടക്കമായി. വെള്ളി, ശനി, ഞായർ, തിങ്കൾ, ചൊവ്വ ദിവസങ്ങളിലായാണ് തീർത്ഥകേന്ദ്രത്തിലെ തിരുനാൾ ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ ആഘോഷിക്കുന്നത്. ചിറളയം HCG UP സ്കൂളിന്റെ ശതാബ്ദി ആഘോഷത്തോടനുബന്ധിച്ച് സെന്റോ HCC എന്ന പേരിൽ നടത്തുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. ആലത്തൂർ ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് കാട്ടകമൽ പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ പര്യടനം നടത്തി. ആലത്തൂർ UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് വേലൂർ മേഖലയിൽ പര്യടനം നടത്തി. കാട്ടകമൽ പഞ്ചായത്തിലെ കാഞ്ഞിരത്തിങ്ങൽ മൂലേപ്പാട് പള്ളിക്ക് സമീപം ശുദ്ധജല വിതരണ പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നു. 100 കണക്കിന് ലിറ്റർ വെള്ളമാണ് ദിനംപ്രതി പാഴായിക്കൊണ്ടിരിക്കുന്നത്. ചൊവ്വന്നൂർ പഞ്ചായത്തിലെ 1500 ഏക്കർ കൃഷിഭൂമിയിൽ നെൽകൃഷി ചെയ്ത് 750 കർഷകർക്ക് സപ്ലൈകോ സംഭരിച്ച നെല്ലിന്റെ വില നൽകുന്നില്ലെന്ന് ആക്ഷേപം. സപ്ലൈകോയുടെ നടപടിയിൽ പ്രതിഷേധിച്ച് 8 പാടശേഖര സമിതി ഭാരവാഹികൾ ഏപ്രിൽ 21 മുതൽ തൃശൂരിൽ സപ്ലൈകോ ഓഫീസിന് മുമ്പിൽ നിരാഹാര സമരം നടത്തുമെന്ന് പാടശേഖര സമിതി ഭാരവാഹികൾ കുന്നംകുളം പ്രസ് ക്ലബ്ബിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വെള്ളാറ്റഞ്ഞൂർ സഹകരണ ബാങ്കും വെള്ളാറ്റഞ്ഞൂർ പാടശേഖര സമിതിയും സംയുക്തമായി സാംസ്കാരിക സന്ധ്യ സംഘടിപ്പിച്ചു. പൊന്നണിഞ്ഞു മേടം പടിവാതിൽക്കിലെത്തി. വിഷുവിന് ഒരു നാൾ ബാക്കി നിൽക്കെ കുന്നംകുളത്ത് പടക്ക പച്ചക്കറി വിപണികൾ സജീവമായി. ജനസാഗരം തീർത്ത് മന്നലാങ്ങുന്ന ബീച്ച് ഫെസ്റ്റിവൽ ശ്രദ്ധേയമായി. ബീച്ച് ഫെസ്റ്റിവലിന്റെ 2ാം ദിനത്തിൽ തീരദേശത്ത് അത്യപൂർവമായ തിരക്കാണ് അനുഭവപ്പെട്ടത്. പുരോഗമന കലാ സാഹിത്യ സംഘം എരുമപ്പെട്ടി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച വീട്ടുമുറ്റ സദസ്സ് ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം സുരേഷ് പുതുക്കുളങ്ങര ഉദ്ഘാടനം ചെയ്തു. അബ്ദുറഹീമിനെ ചേർത്തുപിടിച്ച് പെരുമ്പടപ്പ് പുത്തൻപള്ളി ജാറം ഹോസ്പിറ്റൽ ആൻഡ് മദ്രസ പരിപാലന കമ്മിറ്റി. സൗദിയിൽ ജയിലിൽ കഴിയുന്ന അബ്ദുറഹീം എന്നിവരുടെ മോചനത്തിനു വേണ്ടിയാണ് പെരുമ്പടപ്പ് പുത്തൻപള്ളി ജാറം ആൻഡ് ഹോസ്പിറ്റൽ പരിപാലന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ധനശേഖരണം നടത്തിയത്. ആടുജീവിതത്തിലെ പൃഥ്വിരാജിന്റെ വേഷപ്പകർച്ച പുനരാവിഷ്കരിച്ച സുരേഷിനെ സമൂഹ മാധ്യമങ്ങളിൽ അഭിനന്ദന പ്രവാഹം. കരിങ്കൽ തൊഴിലാളിയായ മഴുവഞ്ചേരി തെക്കേപ്പുറത്ത് സുരേഷാണ് പൃഥ്വിരാജ് അവതരിപ്പിച്ച നജീബ് എന്ന കഥാപാത്രത്തിന്റെ മേക്ക് ഓവറിൽ ഫോട്ടോഷൂട്ട് നടത്തി ശ്രദ്ധേയനായിട്ടുള്ളത്. നെല്ലുവായ് ഗ്രാമീണ വായനശാലയുടെ നേതൃത്വത്തിൽ വായനശാല രക്ഷാധികാരിയും മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ K. കേശവൻ നമ്പീശൻ മാസ്റ്ററെ അനുസ്മരിച്ചു. ചാലിശ്ശേരിയിൽ മുലയമ്പറമ്പത്തുകാവ് ക്ഷേത്ര മൈതാനത്ത് ചാലിശ്ശേരി സോക്കർ അസോസിയേഷൻ ഒരുക്കുന്ന 1 മാസം നീണ്ടുനിൽക്കുന്ന അഖിലേന്ത്യാ ഫ്ലഡ് ലൈറ്റ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി ഭാരവാഹികൾ ചാലിശ്ശേരി അൻസാരി കൺവെൻഷൻ സെന്ററിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പുന്നൂർ കുഴിങ്ങര മണികണ്ഠൻ കൃഷി ഇറക്കിയ കണിവെള്ളരി പാടത്തിൽ 100 മേനി വിളവ്. പുരയിടത്തിനോട് ചേർന്ന് 10 സെന്റ് സ്ഥലത്താണ് വെള്ളരി കൃഷി ഇറക്കിയത്. ആറ്റുപുറം സെന്റ് ആന്റണീസ് പള്ളിയിൽ വിശുദ്ധ അന്തോണീസിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാളിന് തുടക്കമായി. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിലായാണ് തിരുനാൾ ആഘോഷം. വെള്ളാറ്റഞ്ഞൂർ സർവീസ് സഹകരണ ബാങ്കും വെള്ളാറ്റഞ്ഞൂർ പാടശേഖര സമിതിയും സംയുക്തമായി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. കാർഷികോത്സവമായ വിഷുവിനെ വരവേൽക്കാൻ കണ്ടാണശ്ശേരിയിൽ വിഷുവാണിയത്തിന് തുടക്കമായി. ചാലിശ്ശേരി ക്ഷീരോത്പാദക സഹകരണ സംഘം ക്ഷീരകർഷകർക്ക് വേനൽക്കാല ആശ്വാസ വിതരണം നടത്തി. അക്കിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനം ആഘോഷിച്ചു. ക്ഷേത്രത്തിൽ രാവിലെ മുതൽ നടന്ന വിശേഷാൽ പൂജകൾക്ക് ശേഷം തന്ത്രി വടക്കേടത്ത് നാരായണൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. അക്കിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ കോമരമായി ദീർഘകാലം സേവനമനുഷ്ഠിച്ചു വരുന്ന കാഞ്ചിയത്ത് ലക്ഷ്മണൻ നായർക്ക് ക്ഷേത്രം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വർണ്ണപ്പതക്കം നൽകി ആദരിച്ചു. CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ CCTV ഹോട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക് പേജ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv.online.tv സന്ദർശിക്കുക. നമസ്കാരം.